ഇൻവെസ്റ്റ് ചെയ്യണം, എല്ലാത്തിലും ഇൻവെസ്റ്റ് ചെയ്യണം. ഡെഫിനറ്റ്ലി നമ്മൾ ഒരു അസറ്റൊക്കെ ഉണ്ടായി കഴിഞ്ഞ് ഒരു ബിസിനസ്സൊക്കെ സക്സസ് ആയി കഴിഞ്ഞാൽ ഇൻകം ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വേറെ അസറ്റൊക്കെ വാങ്ങിയിടാന്ന് പറഞ്ഞാൽ നല്ലത് തന്നെ. പക്ഷേ ഒരു പ്ലാനോടെ ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ലാൻഡിൽ മാത്രമല്ല, നമുക്ക് അറിയണം കുറച്ച് പൈസ ലാൻഡിൽ, കുറച്ച് പൈസ ഷെയറിൽ, കുറച്ച് ഇവൻ ഈ പറഞ്ഞ ഗോൾഡിൽ, അങ്ങനെ മാറ്റി മാറ്റി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇപ്പോൾ വില്ലയിലും ഫ്ലാറ്റിലൊക്കെ വാങ്ങി ഇട്ട് കഴിഞ്ഞാൽ റെൻ്റൊക്കെ കിട്ടണമെങ്കിൽ നല്ലതാണ്. റെൻ്റൽ ഇൻകം മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. പിന്നെ അതിനേക്കാൾ ഉപരി പെട്ടെന്ന് വിൽക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1 കോടി 2 കോടിയൊക്കെ വില്ലാസൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഫ്ലാറ്റ് ആണെങ്കിൽ വില്ലാസ് ആണെങ്കിൽ അതിനേക്കാളും കൂടി ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അതാവുമ്പോൾ നമുക്ക് പീസായിട്ട് വിൽക്കാൻ പറ്റുമെന്നില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം ഏത് ലെവലിലെ ഇങ്ങനത്തെ ഫ്ലാറ്റുകളിലേക്ക് കയറിപ്പോണെന്ന്. കാരണം ചില ആൾക്കാരൊക്കെ ആകെ 1 കോടി രൂപ ഉണ്ടാവും, അതിന് 2 കോടി രൂപ ഫ്ലാറ്റും 1 കോടി ലോണും എടുത്ത് വെച്ചിട്ടാവും. അതൊക്കെ വലിയ പ്രശ്നമാണ്. അപ്പോൾ ശരിക്കും ഒരു നല്ലൊരു ബിസിനസ്സൊക്കെ അല്ലെങ്കിൽ നല്ലൊരു കുറച്ച് പൈസയൊക്കെ ആയി പുറത്തുനിന്ന് എവിടെ നിന്നൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടായിട്ട് ഓരോരോ സ്റ്റേജിലാണ് ഓരോന്ന് പോകേണ്ടത്. അല്ലാതെ ചിലപ്പോൾ നമുക്ക് ചില സാധനങ്ങൾ ചിലപ്പോൾ 10 കോടിയുള്ളപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ 1 കോടിയുള്ളപ്പോൾ ചെയ്യണമെന്നില്ല. മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. പിന്നെ പലപ്പോഴും പുറം നാട്ടിലൊക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊരു കുഴപ്പം പറഞ്ഞാൽ അവരൊരു ട്രേഡിങ് ബിസിനസ്സൊക്കെ ആയിരിക്കും അവർ ചെയ്യണത്. അപ്പോൾ അവർ ചിലപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് ഫണ്ട് എടുത്തിട്ടൊക്കെ ആയിരിക്കും അത് ചെയ്യണത്. അപ്പോൾ ആ ഫണ്ട് എടുത്തിട്ട് അവരുടെ ഒരു വിശ്വാസം വെച്ചാൽ എനിക്ക് ഈ ബിസിനസ്സിൽ നിന്ന് ഒരു 100% റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവർ ആ ബിസിനസ്സിനെ ഇൻവെസ്റ്റ്മെൻറ്റിനെ തെറ്റിയായിരിക്കും. എനിക്ക് 100% ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ആൾക്കാരെ ചിലപ്പോൾ 30% 40% ഫണ്ട് എടുക്കും, എന്നിട്ട് 60% എനിക്ക് ലാഭമുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം 40% ഫണ്ട് എടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ 40% ലോൺ എടുത്തേക്കണതാണ്. എങ്ങാനും ആ ബിസിനസ് നടന്നില്ല എന്നുണ്ടെങ്കിൽ 40% നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥയാണ്. അത് ഏറ്റവും വലിയ റിസ്ക്. ഇനി രണ്ടാമത്തെ കാര്യം വെച്ചാൽ നമ്മൾ വിചാരിക്കണം ഓക്കെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 40% കൊടുത്തിട്ട് 60% കയ്യിലിരിക്കുന്നില്ല, അതെൻ്റെ നല്ലൊരു മാർഗ്ഗമല്ലേ, ഞാൻ എന്തിന് വേറെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കും. അപ്പോൾ ഇത് ചിലപ്പോൾ ഈ ബിസിനസ് നടത്തുന്നത് ചിലപ്പോൾ ഇയാളുടെ ഒരൊറ്റ കഴിവിൻ്റെ പേരിലായിരിക്കും. ചിലപ്പോൾ ഇയാൾ ഒരു 6 മാസം ഹോസ്പിറ്റലിൽ കിടക്കണ്ടെന്ന് പറഞ്ഞാൽ ഈ ട്രേഡിങ് എല്ലാവരും പെട്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ അവർക്കൊരു ഡൈവേഴ്സിഫൈ ചെയ്യേണ്ട ഒരു ആവശ്യം ഭയങ്കരമാണ്. അവരുടെ ബിസിനസ്സിനെ മാത്രം നോക്കിയിരിക്കാതെ അവർ എപ്പോഴും ഒരു ലാഭം ഉണ്ടാകുമ്പോൾ ഒരു ഭാഗം അവർ വേറൊരു സൈഡിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പണം വളർത്തിയിരിക്കേണ്ട ഒരു ആവശ്യമാണ്.